وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പുണ്യമാസമായ ദുൽഹിജ്ജ മാസത്തിലെ പുണ്യ ദിവസങ്ങളാണ് നമ്മിലൂടെ കടന്നു പോകുന്നത്. ആ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കുവാനും ദിവസങ്ങളെയും സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅ, അതിൻ്റെ ക്ലാസ് ഇന്നത്തോടുകൂടെ അവസാനിക്കുകയാണ്. അവസാനത്തെ 2 ആയത്തുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 9-ാമത്തെ ആയത്തിൽ വെള്ളിയാഴ്ച ഏറെ പ്രാധാന്യത്തോടുകൂടെ നാം കാണുന്ന ജുമുഅയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്വല, നിസ്കാരത്തിന് വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ വിളിക്കപ്പെട്ടാൽ, അഥവാ വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഫസ്ഔ ഇലാ ദിക്രില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ഉത്സാഹിച്ചു വരണം. ഇവിടെ ജുമുഅയിലേക്ക് വരണം, ജുമുഅ നിസ്കാരത്തിന് വരണം എന്ന് പറയാതെ അള്ളാഹു തആല എന്താ പറഞ്ഞത്? ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ വേഗം വരണം. ധൃതിപ്പെട്ട് വരണം എന്ന അർത്ഥത്തിലല്ല, ഓടിക്കിതച്ച് പള്ളിയിലേക്ക് വരാനല്ല. സാധാരണ ജമാഅത്തുകൾക്ക് പോലും അങ്ങനെ ഓടിക്കിതച്ച് വരുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഫസ്ഔ, നിങ്ങൾ പരിശ്രമിച്ച് ഉത്സാഹിച്ച് വേഗം വരണം എന്ന പ്രയോഗം മാനസികമായും എല്ലാ നിലക്കും മുന്നേ ഒരുങ്ങി മാനസിക വിശുദ്ധിയോടുകൂടെ വേഗം പള്ളിയിലേക്ക് വരണം. ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വരണം എന്നാണ്, നിസ്കാരത്തിലേക്ക് വരണം എന്നല്ല. നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ സ്മരണയാണ്. എന്നാൽ അതോടുകൂടെ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വരണം എന്ന ആ പദം സൂചിപ്പിക്കുന്നത് വെള്ളിയാഴ്ച നടക്കപ്പെടുന്ന മഹത്തായ ഒരു ആരാധനയാണ് ഖുതുബ എന്ന് നമുക്കറിയാം. ആ ഖുതുബയിലേക്ക് നിങ്ങൾ വരണം. ഖുതുബയിലേക്കും നിസ്കാരത്തിലേക്കും, അത് രണ്ടിലേക്കും ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് വരണം എന്നാണ് അള്ളാഹു തആല അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരാധന നടത്തുവാൻ പോകുന്നത് ഏറെ അടക്കത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ ആയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാവുന്നതാണ്. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്നിച്ച് നമസ്കരിക്കുമ്പോൾ ഒരു വല്ലാത്ത തിരക്ക് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താ ഒരു തിരക്ക്? ഞങ്ങൾ നമസ്കാരത്തിലേക്ക് ധൃതിപ്പെട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ധൃതിപ്പെട്ട് തിരക്ക് കൂട്ടിയിട്ട് വരരുത്. നമസ്കാരത്തിന് വരുമ്പോൾ സാധാരണ പോലെ നടന്നാണ് നിങ്ങൾ വരേണ്ടത്. നിങ്ങളിൽ അടക്കമുണ്ടാകണം. എന്നിട്ട് എത്ര കാലത്താണോ നിങ്ങൾക്ക് കിട്ടിയത് നമസ്കരിക്കുക. സലാം വീട്ടിയതിന് ശേഷം നഷ്ടമായത് പൂർത്തീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ റക്അത്ത് കിട്ടാൻ വേണ്ടി ഓടിക്കിതച്ച് തിരക്ക് കൂട്ടിയിട്ട് വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്.
അതുപോലെ ഖുതുബ എന്ന് പറയുന്നത് ഒരു ആരാധനയാണ്. അത് കൃത്യമായി കേൾക്കുകയും ശ്രവിക്കുകയും വേണം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും അവനെക്കുറിച്ചുള്ള ബോധവും ഭക്തിയുമൊക്കെ അവിടെ കൂടിയിട്ടുള്ള ആളുകളിൽ ഉണ്ടാക്കുന്ന ഖുതുബയുടെ സമയം പലരും ഉറങ്ങുകയും ചില ആളുകളൊക്കെ മൊബൈലുകളിൽ തോണ്ടുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കൊക്കെ കാണാൻ കഴിയും പല പള്ളികളിലും. നമ്മളൊക്കെ വിശ്വാസികളാണ്. വിശ്വാസികളാകുന്ന നമ്മൾ ഒരിക്കലും അത്തരം വിഭാഗത്തിൽ ഉൾപ്പെടരുത്. ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കുക. ഇമാം പ്രസംഗിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഗൗരവത്തോടു കൂടെ കാണാൻ കഴിയണം. ഉറങ്ങുന്നവരും വർത്തമാനം പറയുന്നവരും കളിക്കുന്നവരും ഒക്കെ ഇമാം ഖുതുബ ഓതിക്കൊണ്ടിരിക്കെ സംസാരിക്കുന്നവർ ഗ്രന്ഥങ്ങൾ പേറുന്ന കഴുതയെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, എത്ര മോശമായ രീതിയിലാണ് അള്ളാഹുവിന്റെ റസൂൽ അത്തരം ആളുകളെ ഉപമിച്ചിട്ടുള്ളത്. അങ്ങനെ വർത്തമാനം പറയുന്ന ആളുകളോട് മിണ്ടാതിരിക്കുക, നീ മിണ്ടാതിരിക്കണം എന്ന് പറയുന്നവൻ പറയാൻ പോലും പാടില്ല, അവന് പോലും ജുമഅയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഇദാ ഖുൽത ലിസ്വാഹിബിക യൗമൽ ജുമഅതി അൻസിത് വൽ ഇമാമു യഖ്തുബ് ഫഖദ് ലഗൗത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വർത്താനം പറയുന്നവനോട് പോലും ഈ മിണ്ടല്ലടാ, വർത്താനം പറയല്ലടാ എന്ന് പറയാൻ പോലും പാടില്ല. അത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഖുതുബ കേൾക്കേണ്ടത്. ആ ഖുതുബ കഴിയുന്നത് വരെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അത്തരം ആളുകൾക്ക് ഒരുപാട് പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നതായി കാണാം. അതുകൊണ്ട് ആ ഖുതുബയുടെ മഹത്വം മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് അത് ശ്രദ്ധിക്കാനും നമുക്കൊക്കെ കഴിയണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വദറുൽ ബൈഅ, കച്ചവടം ഒഴിവാക്കണമെന്നാണ്. നേരത്തെ പോകണം പള്ളിയിലേക്ക്. ഇന്നത്തെ കാലം പോലെയല്ല. ആ കാലഘട്ടങ്ങളിൽ അറബികളിൽ ഉണ്ടായിരുന്ന സ്വഹാബികളിൽ അധിക ആളുകളും കച്ചവടക്കാരാണ്. ചെറുതും വലുതുമായ കച്ചവടക്കാരാണ്. ഇന്നത്തെ പോലെ ഇഷ്ടം പോലെ പള്ളികളൊന്നും ഇല്ലാത്ത ആ കാലത്ത് അവരോട് പറഞ്ഞു, വദറുൽ ബൈഅ, നിങ്ങൾ എന്ത് ചെയ്യണം? കച്ചവടം ഒഴിവാക്കണം ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ. എന്നാൽ ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും ജുമഅയുടെ സമയം ജുമഅക്ക് പോകാതെ, ജോലിക്കാർക്ക് പോലും ജുമഅക്ക് പോകാൻ അനുവാദം നൽകാതെ 4 ഉറുപ്പ്യക്ക് വേണ്ടി കച്ചവടം ഒഴിവാക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് ചെയ്യരുത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയാം, ഫഇദാ ഖുളിയതിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഇനി ഫഇദാ ഖുളിയതിസ് സ്വലാ, ആ നിസ്കാരം തീർന്നു കഴിഞ്ഞാൽ, ഖുതുബയും ജുമഅ നമസ്കാരവും എല്ലാം അവസാനിച്ചാൽ, ഫൻതശിറൂ, നിങ്ങൾ വ്യാപിക്കുവീൻ, നിങ്ങൾ പരക്കുവീൻ, ഫിൽ അർളി, ഭൂമിയിൽ. നിങ്ങൾക്ക് ഭൂമിയിലൂടെ സഞ്ചരിക്കാവുന്നതാണ്. എന്നിട്ടോ വബ്തഗൂ, നിങ്ങൾ തേടുകയും ചെയ്യുക, മിൻ ഫളില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുകയും ചെയ്യുക. ജുമഅക്ക് ബാങ്ക് കൊടുത്താൽ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? കച്ചവടം ചെയ്യാൻ പാടില്ല. മറ്റുള്ള ഒരു ജോലിയും എല്ലാം നിർത്തിവെക്കണം. എല്ലാം നിർത്തിവെച്ച് നിങ്ങൾ എന്തിലേക്ക് വരണം? ജുമഅക്ക് വരണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇനി അത് ജുമഅ കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടുക. നിങ്ങൾക്ക് എല്ലാ ജോലിയിലേക്കും നിങ്ങൾ പോവുക, കച്ചവടം ചെയ്യുക. ഓരോരുത്തരും ചെയ്തിരിക്കുന്ന ജോലിയിലേക്ക് അവർക്ക് വ്യാപൃതരാകാവുന്നതാണ് ജുമഅ കഴിഞ്ഞാൽ. പക്ഷെ ജുമഅ ഒഴിവാക്കിയിട്ടുള്ള ഒരു കച്ചവടവും ഒരു ജോലിയും വിശ്വാസികളാകുന്ന മുസ്ലിമീങ്ങളാകുന്ന ആളുകളെ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഫഇദാ ഖുളിയതിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്, ജുമഅ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുകയും ചെയ്യുവീൻ. വദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യണം. കസീറാ, ധാരാളമായി നിങ്ങൾ സ്മരിക്കുകയും ചെയ്യണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവർ ആയേക്കാം. അള്ളാഹുവിനെ ധാരാളം ഓർമ്മിക്കാൻ, ഏത് സമയത്തും കിട്ടിയ സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ചും അവനെ തസ്ബീഹ് ചെയ്തും അള്ളാഹുവിനെ തക്ബീറുകൾ അർപ്പിച്ചും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും ലാ ഇലാഹ ഇല്ലല്ലയും ധാരാളം ദിക്റുകളും, ഏത് സമയത്തും അല്ലാഹ് എന്ന ഒരു ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്മരണ ഏത് സമയത്തും നിങ്ങൾക്കുണ്ടാകണം. ആ സ്മരണ നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. എങ്കിൽ നിങ്ങൾക്ക് വിജയികളാകാൻ കഴിയും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ നമ്മൾ വിജയികളാകാനുള്ള മാർഗം എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഓർക്കുക. എന്നെ സൃഷ്ടിച്ചത് എന്റെ റബ്ബാണ്, എനിക്ക് വായു നൽകുന്നത് എന്റെ റബ്ബാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നത് എന്റെ റബ്ബാണ്, എനിക്ക് എന്റെ കുടുംബം നൽകിയത് എന്റെ റബ്ബാണ്, എനിക്ക് എന്റെ സമ്പത്ത് നൽകിയത് എന്റെ റബ്ബാണ്, എനിക്ക് എന്റെ ജോലി നൽകിയത് എന്റെ റബ്ബാണ്, എനിക്ക് ഈ സുഖ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് എന്റെ റഹ്മാനായ റബ്ബാണ് എന്ന കൃത്യമായ ബോധവും
ചിന്തയും നിങ്ങൾക്കുണ്ടാകണം. അത് ഏത് സമയത്തും നിങ്ങൾ വർദ്ധിപ്പിക്കണം. എന്നാലേ നിങ്ങൾക്ക് വിജയികളാകാൻ സാധിക്കൂ എന്ന മഹനീയമായ ഓർമ്മപ്പെടുത്തലാണ് 10ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നൽകുന്നത്. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുവാനും അവനെക്കുറിച്ച് ഓർക്കുവാനും അങ്ങനെ വിജയികളായി തീരുവാനും അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 62ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ അവസാനത്തെ 11ാമത്തെ ആയത്ത് മറ്റൊരു വിഷയമാണ് അല്ലാഹു തആല പറയുന്നത്. ഒരു ദിവസം മദീനയിലെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് പ്രസംഗം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സാധാരണ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് കച്ചവട സംഘങ്ങൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. വരുമ്പോൾ ഒരു പ്രത്യേകമായ ശൈലിയിലും ബഹളത്തിലുമൊക്കെയാണ് വരിക. അവർ വരുന്ന വിവരം മറ്റുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ വഹിച്ച ഒരു ഒട്ടക സംഘം മദീനയിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞു, അങ്ങനെ നിസ്കാരവും കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറി ജനങ്ങൾക്ക് പ്രത്യേകമായ ചില കാര്യങ്ങൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒട്ടക സംഘം വന്നത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഏതായിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ്. ആ സമയത്ത് കുറച്ച് സ്വഹാബികൾ മാത്രം പള്ളിയിൽ നിൽക്കുകയും ബാക്കിയുള്ളവരെല്ലാം ആ കച്ചവട സംഘത്തിന്റെ അരികിലേക്ക് പോയി. 12 പുരുഷന്മാരാണ് അവിടെ ബാക്കിയുണ്ടായിരുന്നത്. അതിൽ മഹാനായ സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും എല്ലാം ഉണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. 12 പുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളും നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും കുറച്ച് സ്വഹാബികൾ അല്ലാത്ത ബാക്കിയുള്ളവരെല്ലാം പുറത്തേക്ക് പോയി, കച്ചവട സംഘത്തിന്റെ അരികിലേക്ക് പോയി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ് സത്യം. നിങ്ങൾ എല്ലാവരും പോയിരുന്നുവെങ്കിൽ, ഒരാൾ പോലും ആ പള്ളിയിൽ നിൽക്കാതെ എല്ലാവരും പോയിരുന്നുവെങ്കിൽ നിങ്ങളെയും കൊണ്ട്, നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഈ താഴ്വരയിൽ ഒരു അഗ്നി തന്നെയും ഒഴുകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അവസാനത്തെ 11ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പ്രസംഗം ശ്രദ്ധിച്ചിരിക്കേണ്ട ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് അതിനൊരു മാന്യതയും ബഹുമാനവും കൊടുക്കാതെ ആ ഇൽമിന്റെ സദസ്സിൽ നിന്ന് കച്ചവട സംഘത്തിന്റെ അരികിലേക്ക് ബഹുഭൂരിപക്ഷം സ്വഹാബിമാരും പോയപ്പോൾ അവരെ ആക്ഷേപിച്ചുകൊണ്ടും അവരെ വിമർശിച്ചുകൊണ്ടും ഇറങ്ങിയ ആയത്താണ് 11ാമത്തെ ആയത്ത്. എന്താണത്? وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا. وَإِذَا رَأَوْا അവർ കണ്ടാൽ തിജാറതൻ ഒരു കച്ചവടം കണ്ടാൽ, കച്ചവട സംഘത്തിനെ അവർ കണ്ടാൽ, ഔ ലഹ്വൻ അല്ലെങ്കിൽ വല്ല വിനോദവും അവർ കണ്ടാൽ, ഇംഫല്ലൂ അവർ പിരിഞ്ഞു പോകും ഇലൈഹ അതിലേക്ക്, ആ കച്ചവടത്തിലേക്ക് അല്ലെങ്കിൽ ആ വിനോദത്തിലേക്ക് അവർ പിരിഞ്ഞു പോകും. എന്നിട്ട് വതറകൂക നിന്നെ അവർ ഉപേക്ഷിക്കുകയും ചെയ്യും. ഖായിമ നിൽക്കുന്നവനായിട്ട്, നീ നിൽക്കുന്നവനായിരിക്കാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയാണല്ലോ, അതാണ് അവിടെ അങ്ങനെ പ്രയോഗിച്ചത്. വതറകൂക നിന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഖായിമൻ നിൽക്കുന്നവനായിട്ട് നിന്നെ ഉപേക്ഷിച്ച് അവരെന്ത് ചെയ്യും? ആ കച്ചവടത്തിലേക്ക്, ആ വിനോദത്തിലേക്ക് അവർ പിരിഞ്ഞു പോകും. ഖുൽ നബിയെ തങ്ങൾ പറയുക, മാ ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ്, ഖൈറുൻ ഏറ്റവും ഉത്തമം, മിനൽ ലഹ്വി വിനോദത്തെക്കാളും, ലഹ്വ് വിനോദത്തെക്കാളും ഉത്തമമായത്, വമിനത് തിജാറ അത്തിജാറ കച്ചവടം, വമിനത് തിജാറ കച്ചവടത്തെക്കാളും വിനോദത്തെക്കാളും ഉത്തമമായത് അല്ലാഹുവിന്റെ അരികിലുള്ളതാണ് എന്ന് അവരോട് പറയുക. വല്ലാഹു അല്ലാഹു ഖൈറുർ റാസിഖീൻ, ഖൈർ ഏറ്റവും ഉത്തമനാണ്, അർ-റാസിഖീൻ ഉപജീവനം ആഹാരം നൽകുന്നവനിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ് എന്ന് അവരോട് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഒരു കച്ചവടമോ ഒരു വിനോദമോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടും കൂത്തുകളൊക്കെ ആയിട്ടാണ് ഈ കച്ചവട സംഘം വരിക. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവർ അതിലേക്ക് പിരിഞ്ഞു പോകും. അവരതിലേക്ക് പോകും.
നീ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഖുതുബ പറയുന്ന നിന്നെ അവർ ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനത്തെ ആ ജനതയോട് പറയുക എന്ത്? നിങ്ങൾക്കുള്ള ഈ കച്ചവടത്തെക്കാളും ഈ വിനോദത്തെക്കാളും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അള്ളാഹുവിന്റെ പക്കലുള്ളതാണ്. അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നത് എന്ന് നിങ്ങൾ നബിയെ അവരോട് പറയണം. മഹാരഥന്മാരാകുന്ന സ്വഹാബികളാണ്. ആ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാ നമസ്കാരവും കഴിഞ്ഞിട്ട് സ്വഹാബികളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ അറബികളുടെ കച്ചവട സംഘം, ഒട്ടക സംഘം ഭക്ഷണ സാധനവുമായി വരുന്നത്. സാധാരണയിൽ അവർ വരുകയും പോവുകയും ചെയ്യുമ്പോൾ ചെണ്ടമുട്ടി വലിയ ആർഭാടത്തോടുകൂടെ വിനോദത്തോടുകൂടെയാണ് അവർ നടക്കുക, അവർ വരിക. അങ്ങനെ അവർ വന്നു എന്നറിഞ്ഞപ്പോ മറ്റൊന്നും ചിന്തിക്കാതെ, മറ്റൊന്നും കൂടുതൽ ആലോചിക്കാതെ മഹാരഥന്മാരാകുന്ന സ്വഹാബികൾ അങ്ങോട്ട് പോയി. ആ സമയത്ത് അവരെ ആക്ഷേപിച്ചുകൊണ്ട്, അവരെ ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്താണ് 11ാമത്തെ ആയത്ത്. മനസ്സിലായില്ലേ? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കണമെന്നോ പ്രിയപ്പെട്ട പ്രവാചകനെ ധിക്കരിക്കണമെന്നോ ചിന്തയൊന്നുമല്ല. അവര് കച്ചവട സംഘം വന്നു, അവർ അങ്ങോട്ട് പോയി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖായിമ വതറകൂക ഖായിമ, അങ്ങ് നിൽക്കുന്നവനായിരിക്കെ അങ്ങയെ അവർ ഉപേക്ഷിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സദസ്സിൽ നിന്ന് അവർ എഴുന്നേറ്റ് പോയത് ഒരിക്കലും ഉചിതമായില്ല, ശരിയായില്ല. അതുകൊണ്ട് അല്ലാഹു തആല അവരെ ഒരു ആക്ഷേപ രൂപത്തിൽ പറയുകയാണ് ചെയ്തത്. അതോടുകൂടി റഹ്മാനായ റബ്ബിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന നന്മകൾക്കാണ് സത്യവിശ്വാസികൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഒരിക്കലും ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാകരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടെ ഈ സൂറത്ത് അല്ലാഹു തആല അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്കും പാഠമുണ്ട്. അല്ലാഹു തആല പറഞ്ഞതെന്താ? അല്ലാഹു പറഞ്ഞത് മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. വിനോദങ്ങളെക്കാളും കച്ചവടത്തിനേക്കാളും സ്ഥാനം കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ അരികിലുള്ളതിനാണ്. സ്വർഗമാകണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുക എന്നതാകണം ലക്ഷ്യം. ഏതെങ്കിലും കളി വിനോദങ്ങളുടെ പിന്നാലെ പോയി അതേ പ്രകാരം ദുനിയാവ് എന്ന ചിന്തയിൽ മാത്രം അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള, പരലോകത്തെ മറന്നുകൊണ്ടുള്ള, അതേ പ്രകാരം മരണത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകരുത്. ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടുന്നവരായി മാറരുത്. വല്ലാഹു ഖൈറുർ റാസിഖീൻ. അള്ളാഹുവാണ് ഭക്ഷണം തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നാം കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പകർത്താനും അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സനാബിൽ ഖുർആൻ പഠന പദ്ധതിയെ അതുമായി സാമ്പത്തികമായി, ശാരീരികമായി സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒക്ടോബർ 25-ാം തീയതി വയനാട്ടിൽ വെച്ചുകൊണ്ട് സനാബിൽ ഖുർആൻ പഠന സംഗമത്തിലെ മുഴുവൻ കുടുംബങ്ങളും ഒത്തുചേരുകയാണ്. നിങ്ങളെല്ലാവരും ആ കുടുംബ സംഗമത്തിൽ വയനാട്ടിലേക്ക് വരണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ്. ഒക്ടോബർ 19-ാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് നാം പരിപാടി ഉദ്ദേശിക്കുന്നത്. ഇന്ന് കേരളത്തിലെ പ്രഗത്ഭരാകുന്ന സലഫി പണ്ഡിതന്മാരും അതേപ്രകാരം നേതാക്കന്മാരും എല്ലാം ആ കുടുംബ സംഗമത്തിൽ പങ്കാളികളാകും. എല്ലാവരും അതിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഒത്തുചേരാനുള്ള ആ ഒരു സൗഭാഗ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.